ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ധനുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് രാവിലെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെന്നും ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അങ്ങനെ ഒരു റെസിപ്പിയാണിത്. ഇതിൻ്റെ കൂടെ നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ തലേ ദിവസം ഒരു 1.5 കപ്പോളം അരി നല്ലപോലെ കുതിർത്തെടുത്തിട്ടുണ്ട്. അതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ക്യാരറ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ആവശ്യമില്ലാത്ത ക്യാരറ്റൊക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പോളം തേങ്ങ ചെറിയത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുട്ടികളൊക്കെ വെജിറ്റബിൾസും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. കുറച്ചൊക്കെ കളർഫുള്ളായിട്ടൊക്കെ എന്നാൽ നല്ല ഹെൽത്തിയാണ്. ഒരു കെമിക്കൽസും ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യണില്ല. അപ്പോൾ ഇതാ ഞാനിവിടെ തേങ്ങയും ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരഞ്ഞു വരാൻ ആവശ്യത്തിലുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ നല്ലപോലെ തന്നെ അരിഞ്ഞു വരും. ഇപ്പോൾ ഇത് നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ റെസിപ്പിയിൽ ബാറ്ററൊക്കെ അത്യാവശ്യം നല്ലപോലെ ലൂസായിട്ടാണ് വേണ്ടത്. ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ ഒരു മഞ്ഞ കളറിലാണ് കിട്ടിയിട്ടുള്ളത്. 1-2 ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു കളറിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കാം. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കില്ല, ആ സമയത്ത് തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഇതുപോലുള്ള ഇരുമ്പ് ചട്ടിയിലാണ് ഈ ദോശ റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇരുമ്പ് ചട്ടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ എണ്ണയൊക്കെ ചേർത്ത് ചുട്ടെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഇതാ ചട്ടി എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് നീർദോശയുടെ അതേ ടെക്സ്ചറിലാണ്. നമ്മളിതിൽ ക്യാരറ്റും തേങ്ങയൊക്കെ ചേർത്തെടുത്തോണ്ട് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അതുപോലെ കാണാൻ നല്ല ഭംഗിയാണ്. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കും. ഇനി നമുക്കിതിൽ ക്യാരറ്റിന് പകരമായിട്ട് ബീട്രൂട്ടോ മറ്റെന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് ഇതേ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ദോശയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയൊക്കെ ചുട്ടെടുക്കാം. ഈ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറഞ്ഞ സമയം ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ വെറൈറ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. വെജിറ്റബിൾസൊക്കെ കുട്ടികൾക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വലിയ മടിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേ രീതിയിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും നല്ല ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വെജിറ്റബിൾസും അവരുടെ വയറ്റിലെത്തും. ഇതേ രീതിയിൽ ദോശ ഒന്ന് റെഡിയാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.